ഹായ്. ഇനി എന്താ പറയുന്ന കൂട്ടുകാരല്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇനി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ എൻ്റെ ചോറ് കഴിക്കാൻ പോകുന്നു കേട്ടോ. എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? ഇന്നലെ പിന്നെ എൻ്റെ ചേട്ടന് ഞാൻ ഇന്നലെ ആശുപത്രി കൊണ്ടുവന്ന് ചേട്ടന് നരമ്പ് വലിഞ്ഞ് ഈ നടുവിന് വേദന ഉണ്ടായപ്പം ജോലിക്ക് പോയായിരുന്നു. ഞാൻ ജോലിക്ക് 2 ദിവസത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞതാണ്. അത് കേൾക്കാതെ ജോലിക്ക് പോയി. അങ്ങനെ നരമ്പ് വലിഞ്ഞപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഈ എല്ല് നരമ്പേ കൊള്ളുന്ന അതാ ഇത്രയും വേദന പുള്ളിക്ക് നടക്കാൻ വയ്യാതെ വന്നത്. അങ്ങനെ ഇന്നലെ ആശുപത്രി പോയി 20 ദിവസത്തേക്ക് ഗുളികയ്ക്കൊക്കെ എഴുതി തന്ന് പിന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് പിന്നെ അങ്ങനെ കിടക്കുന്നു. മരുന്ന് ഇച്ചിരി വീര്യം കൂടിയായി. ഈ നരമ്പിൻ്റെ എങ്ങാണ്ട് ഗുളികയാന്ന് തോന്നുന്നത് എൻ്റെ. അങ്ങനെ 2-3 ദിവസത്തേക്ക് തലക്കറക്കമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് എനിക്ക് ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റെസ്റ്റ് എടുത്ത് കിടക്കുന്നു. പിന്നെ എൻ്റെ കറിയെന്ന് വെച്ചാൽ ഷുഗർ പച്ച ഉണ്ടല്ലോ, തോരന്, ഈ ഇലയുണ്ടല്ലോ ചീര, ഷുഗർ പച്ചയെന്ന് പറഞ്ഞാൽ അതാ തോരന്. പിന്നെ രസമുണ്ട്, പിന്നെ ചെമ്പല്ലിക്കറി. എൻ്റെ കായംകുളം നാട്ടിൽ പറയുന്നത് ചെങ്കലവ എന്നാണ് പറയുന്നത്, ഇവിടെ തിരുവനന്തപുരത്ത് പറയുന്നത് ചെമ്പല്ലി എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ ഞാൻ ചോറ് കഴിക്കാനായിട്ട് എടുത്തപ്പോൾ എൻ്റെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞ് ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ നിർത്താം. എന്നും ഞാൻ ആ ചോറ് കഴിക്കുന്നത് കുളിച്ചിട്ടാണ് കഴിക്കുന്നത്. കുളിച്ച് വീടിയൊക്കെ പിടിച്ച് കഴിഞ്ഞ് വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് പോയി കുളിച്ച് വീടിയെല്ലാം പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ചോറൊക്കെ കഴിക്കുന്നത്. ചോറ് കഴിക്കാനൊക്കെ താമസിക്കും. ഞാൻ കറക്റ്റ് സമയത്തിനൊന്നും ഞാൻ ആഹാരം കഴിക്കത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ഓർത്ത് ഇന്നൊന്ന് നേരത്തെ അറിഞ്ഞൊക്കെ ഇടാം എന്നൊക്കെ ഓർത്ത്. ഇനിയെന്നും പറഞ്ഞ് ഇതിപ്പോൾ ഈ വീഡിയോ ഇട്ടാലും ഇനി പോയി കുളിച്ചിട്ട് വന്ന് ഞാൻ വേറെ വീഡിയോ എടുത്തിടും ഞാൻ. ഇപ്പം പിന്നെ ഇതൊന്ന് വിടാമെന്ന് ഓർത്ത് തോന്നി, അന്നേരം മനസ്സിൽ തോന്നി ഒന്ന് പറഞ്ഞിടാമെന്നൊക്കെ തോന്നി. അങ്ങനെ എനിക്കൊന്നും പറയാനൊന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്ന പോലൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാവരും എനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് തരണം, ഷെയർ ചെയ്യണം, ബെൽബട്ടൺ അമർത്തണം. എന്നോട് സ്നേഹമുള്ള ആൾക്കാരെല്ലാം, എന്നോടൊന്നല്ല എല്ലാ ആൾക്കാരും, എനിക്ക് ചേച്ചി, ചേട്ടന്, അച്ഛന്, അമ്മ, അനിയൻ, അനിയത്തി, എല്ലാ ആൾക്കാരും എനിക്ക് ലൈക്കൊക്കെ തരണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. എല്ലാവരും ലൈക്കും കമൻറ്റും എല്ലാം ഇടണേ. എനിക്ക് ടൈമൊക്കെ ഇച്ചിരി കുറവാണ്. ഇതിലെങ്കിലും എങ്ങനെങ്കിലും മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം എല്ലാവരുടെയും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ചേട്ടനായ ഇങ്ങനെ വയ്യാതായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചേട്ടനല്ലേ വീട് നോക്കി പോകുന്നത്. ഞാൻ കുറേ നാളുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല. ഞാൻ എല്ലാ ജോലിക്കും പോയിക്കൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ എനിക്ക് വെളിയിലോട്ടെങ്ങാനും പോകണമെന്ന് പറഞ്ഞിരിക്കും. എനിക്ക് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വീടൊക്കെ വേണ്ടായോ. അങ്ങനെ ഞാൻ പാസ്പോർട്ടൊക്കെ എടുത്ത് എങ്ങനെ നോക്കുന്നുണ്ട്. അതും നടന്നില്ലല്ലേ അടുത്തോട്ട് എന്തെങ്കിലും പോകണം, ഉടനെ തന്നെ പോകണമെന്നും പറഞ്ഞുള്ള ഭയങ്കര വിഷമം. ചേട്ടന് വയ്യാതായപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇനിയിപ്പം മുന്നോട്ട് ചേട്ടനെ കൊണ്ട് പണി ചെയ്യാൻ ഇടയ്ക്കൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട്, നടുവേദനയൊക്കെ ആയതുകൊണ്ട്, നേരത്തെ ഇങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ അസ്ഥിക്ക് തേയ്മാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടൊരു വിഷമമാണ് സത്യം പറഞ്ഞാൽ, സങ്കടമുണ്ട്. പിന്നെ എൻ്റെ കണ്ണ് വയ്യ കേട്ടോ. എൻ്റെ ഈ ഒരു ഇങ്ങനെ ഇരിക്കുന്നതേ, അടഞ്ഞ പോലെ ഇരിക്കുന്നത്, എനിക്ക് കണ്ണിന് ഒരു ചൊറിച്ചിലും വേദനയൊക്കെ 2-3 ദിവസം കൊണ്ടുണ്ട്. അങ്ങനെ ഞാൻ അതാ ഈ ഒരു വലത്ത് കണ്ണിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എല്ലാ കൂട്ടുകാരും ജോലിക്കൊക്കെ പോയോ? അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എനിക്കൊന്നും പറയാനൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ എന്താ പറയാൻ, ഭയങ്കര സങ്കടവും ഉണ്ട് ചേട്ടന് വയ്യാത്തതുകൊണ്ട്. പിന്നെ കൊച്ചുമക്കൾ 2 പേരും ട്യൂഷനൊക്കെ പോയി. ട്യൂഷനല്ല, പള്ളിക്കൂടത്തിൽ പോയി 2 പേരും. ഒരാൾ അംഗനവാടിയിലാണ്, ഒരാൾ സ്കൂളിലാണ്. എന്തെങ്കിലും തെറ്റ് പറ്റുന്നെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ചിലപ്പോഴൊക്കെ തെറ്റ് പറ്റും പറയുമ്പോൾ. പിന്നെ എന്താ പറയാൻ, ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ എല്ലാവർക്കും എന്നെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ കൂട്ടുകാർക്കൊക്കെ? എനിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ എന്നാൽ ശരി, എന്നാൽ ടാറ്റാ.